5 രൂപ. താനെത്തിയോ? എത്തി. വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് പോരെ. ശരി. പിന്നെ സിനിമാ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈയിടെ തന്നെ കഴിഞ്ഞ വർഷം തന്നെ ഒരു പടത്തിൽ, ഞാൻ ഡയറക്ടറുടെ പേര് പറയുന്നില്ല, പറഞ്ഞാൽ പിന്നെ അത് മോശമാകും, എന്നെ കാസ്റ്റ് ചെയ്തു. എൻ്റെ ഡ്രസ്സിൻ്റെ അളവെടുത്തു, ഡ്രസ്സ് തയ്പ്പിച്ചു. 3 ദിവസം മുമ്പ് അതിനകത്തെ ഹീറോ വിളിച്ച് പറഞ്ഞു, ആ ക്യാരക്ടർ ജയനെ കൊണ്ട് ചെയ്യിക്കണ്ട, എൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, അയാൾ ചെയ്യട്ടെ. ത്രൂ ഔട്ട് ക്യാരക്ടറായിരുന്നു. അപ്പം അദ്ദേഹത്തിനും ഹീറോയെ അതല്ല ഇദ്ദേഹത്തിനും കൊണ്ട് ചെയ്യിക്കണമെന്ന് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയാണ് ചെയ്യുക. അപ്പം നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ലല്ലോ. അപ്പോൾ പിന്നെ പുള്ളി ആ ക്യാരക്ടർ അങ്ങനെ പോയി. അങ്ങനെ എനിക്ക് ഒരുപാട് കയ്യിൽ കിട്ടിയ ക്യാരക്ടേഴ്സ് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ MT സാറിനെ കാണാൻ കോഴിക്കോട് ചെന്നു. അവിടെ ചെന്ന് കൊട്ടാരം ലൈൻ അങ്ങനെ കണ്ടാണ് തോന്നുന്നത് സ്ഥലം. അവിടെ ചെന്ന് അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹം ഒത്തിരി നേരം ഇങ്ങനെ മിണ്ടാതിരുന്നു. എൻ്റെ ഇടയ്ക്ക് 5-6 വീഡിയോ ഒക്കെ വലിച്ചു. ഞാനും മിണ്ടാതിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ എന്നാൽ പൊയ്ക്കോട്ടെ. ശരി എന്ന് പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല എൻ്റെ അടുത്ത്. ഒരു ചായ കൊടുത്തു തന്നു, അത് കുടിച്ചു, തിരിച്ചു പോന്നു. 3-ാമത്തെ ദിവസം എന്നെ വിളിക്കുന്നു. പരിണയം എന്ന് പറഞ്ഞ പടത്തിൽ മനോജ് ഗേജിനോടൊപ്പം നല്ലൊരു ക്യാരക്ടർ ഞാൻ ചെയ്തു. ഹരിഹരൻ സാറിനോടൊപ്പം അങ്ങനെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു. അതൊരു വലിയ അനുഭവമാണ്, വലിയൊരു അനുഭവമാണ്. കാരണം അവരുടെ സ്ലാങ്ങിൽ നമ്മൾ ഡയലോഗ് എല്ലാം കാണാതെ പറയുകയും അതൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ടു. ആ പ്രയാസപ്പെട്ടതിൻ്റെ ഗുണം എനിക്ക് സ്ക്രീനിൽ കിട്ടുകയും ചെയ്തു. നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ജയൻ. ഞാനിവിടെ ഹരിപ്പാട്ടുകാരനാണ്. ഞാനിപ്പോൾ ഒരു 30-35 വർഷമായിട്ട് ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ അതിന് പാരലായിട്ട് തന്നെ ഈ കലാപരമായ കാര്യങ്ങളും ഞാൻ നീക്കുന്നുണ്ട്. സിനിമയിലും സീരിയലും ഒക്കെ കുറേ നാളായിട്ട് അഭിനയിക്കുന്നുണ്ട്. എൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റി പറയുകയാണെങ്കിൽ, എൻ്റെ അച്ഛൻ ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ സ്ഥലം മാറിപ്പോയിടത്തൊക്കെ ഞാനും അമ്മയും കൂടെ പോവുകയും അങ്ങനെ പല 5-6 സ്കൂളുകളിലായിട്ടാണ് എൻ്റെ ഈ സ്കൂൾ പഠനം പൂർത്തിയാക്കിയത്. ഉദാഹരണത്തിന് 1 മുതൽ 3-ാം ക്ലാസ് വരെ ഞാൻ അമ്പലപ്പുഴ പഠിച്ചു. അന്ന് അച്ഛൻ അമ്പലപ്പുഴ മാനേജരായിരുന്നു. 4-ാം ക്ലാസ്സിൽ ഞാനിവിടെ ഹരിപ്പാട് വന്ന്, അന്ന് അച്ഛന് ഹരിപ്പാടിന് മാറ്റം കിട്ടി, ഹരിപ്പാടിന് വന്ന് ഹരിപ്പാട് സ്കൂളിൽ പഠിച്ചു. 5-ാം ക്ലാസ്സിൽ എൻ്റെ അമ്മയുടെ നാട് കായംകുളമാണ്. കായംകുളത്ത് അപ്പം അമ്മയുടെ വീട്ടിൽ വേറെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയും അവനവിടെ വന്ന് നിൽക്കട്ടെ എന്നുള്ള ധാരണയോടെ അവിടെ പോയി ഞാൻ 5-ാം ക്ലാസ്സിൽ അവിടെ പഠിച്ചു. വീണ്ടും 6-ാം ക്ലാസ്സിൽ ഹരിപ്പാട് വന്നു. 7-ാം ക്ലാസ്സിൽ വീണ്ടും 7ഉം 8ഉം 9ഉം വീണ്ടും ഞാൻ കായംകുളത്ത് അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയൊക്കെ ശിക്ഷണത്തിൽ. അന്നത്തെ കാലത്തെ കാര്യം അറിയാമല്ലോ, വളരെ അച്ഛനും അമ്മയും സ്ഥലത്തില്ല. അവരുടെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ വലിയ വീടും വലിയ കുടുംബവും ആണെങ്കിൽ പോലും നമ്മൾ വളരെ റെസ്ട്രിക്റ്റഡായിട്ട് ജീവിച്ച ഒരു കാലഘട്ടമാണ് എൻ്റെ ബാല്യം. അന്നേ എനിക്ക് നാടകങ്ങളിലും ഒക്കെ ഞാൻ അഭിനയിക്കുമായിരുന്നു. സ്കൂളിൽ വെച്ച് ഞാൻ തന്നെ നാടകം എഴുതി, ഹെഡ് കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മീശയൊക്കെ കരി കൊണ്ട് വരച്ചു വച്ച് അങ്ങനെയൊക്കെ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുകയും സമ്മാനങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്തിരുന്നു. പറഞ്ഞു വന്നത്, അന്ന് മുതലേ എനിക്കൊരു കലാഹൃദയം ഉണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. അതിനുശേഷം 10-ാം ക്ലാസ്സിലായപ്പോൾ എൻ്റെ അവിടുത്തെ പഠനം ശരിയാകത്തില്ലെന്ന് അച്ഛന് തോന്നി. കാരണം ഞാൻ ജയിക്കത്തില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് എന്നെ വീണ്ടും ഹരിപ്പാട് കൊണ്ടുവന്ന് ഇവരുടെയൊക്കെ ശിക്ഷണത്തിൽ എനിക്ക് 480 മാർക്കോളം ആ വർഷം എന്ന് വെച്ചാൽ ഡിസ്റ്റിങ്ഷൻ കിട്ടി എനിക്ക്. അങ്ങനെ പഠിച്ച് പാസ്സായി. പ്രീ ഡിഗ്രി മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിലായിരുന്നു ഞാൻ പഠിച്ചത്. ബിഷപ്പ് മൂർ കോളേജ് ചെന്ന് ഈ സ്കൂളിലെ ജീവിതമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കൊന്ന് ഉഴപ്പി. എന്നിരുന്നാലും എനിക്ക് എൻട്രൻസിൽ ഹോമിയോ
കോളേജിൽ അഡ്മിഷൻ കിട്ടി. 2 വർഷം, അന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് അഡ്മിഷൻ കിട്ടി. കോട്ടയം കുറിച്ചി ഹോമിയോ കോളേജിൽ അങ്ങനെ അഡ്മിഷൻ കിട്ടി. ഞാൻ ഇവിടുന്ന് ഹോമിയോ കോളേജിലേക്ക് പോകുന്നു. എൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു മെഡിക്കൽ കോളേജിലെ വിദ്യാഭ്യാസവും അവിടുത്തെ അഡ്മിഷൻ കിട്ടലും ബാക്കി കാര്യങ്ങളും എല്ലാം. തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ അവിടെ ചെന്ന് കേട്ടു. അവിടെ റാഗിങ്ങും ഇതുമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു റിലേറ്റീവ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരുപാട് പീഡനങ്ങളും സഹിച്ചാണ് ആദ്യത്തെ ഒരു വർഷം ഞങ്ങൾ അവിടെ ജീവിച്ചത്. ഞാൻ തന്നെയല്ല, എൻ്റെ കൂടെയുള്ള എല്ലാവരും അങ്ങനെ ആയിരുന്നു. അതാണല്ലോ മെഡിക്കൽ കോളേജിലെ ഒരു സ്ഥിതി. ഇന്നത് മാറിയിട്ടുണ്ട്. ഇന്ന് റാഗിങ് എന്നൊക്കെ പറഞ്ഞ വലിയ ക്രിമിനൽസുമായിട്ട് പോലീസ് പൊക്കും. അന്നതൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കൊക്കെ ഞങ്ങൾ ഇച്ചിരി സീനിയറായില്ലേ. 5 വർഷം അവിടെ പഠിച്ചു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഫൈനൽ ഇയറിൽ പഠിച്ചിരുന്ന ഡോക്ടർ മനോഹരൻ എന്ന് പറയുന്ന ഒരാൾ തൃശ്ശൂർക്കാരനുണ്ടായിരുന്നു. പുള്ളിയാണ് എനിക്ക് സിനിമയിലേക്ക് ഒരു വഴി തുറന്നു തന്നത്. വഴി തുറന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഒരു സിനിമയുടെ ഷൂട്ടിങ് കോട്ടയത്ത് നടക്കുന്നുണ്ട്. ഉണരൂ, മോഹൻലാലിൻ്റെ ഉണരൂ എന്നുള്ള പടമാണെന്ന് തോന്നുന്നു, മമ്മൂട്ടിയൊക്കെ ഉള്ള പടമാണെന്ന് തോന്നുന്നു. ഏതായാലും ഞാൻ ഈ മനോഹരൻ എന്ന് പറയുന്ന ഡോക്ടറും കൂടെ കോട്ടയം ഐഡ ഹോട്ടലിൽ പോയി മോഹൻലാലിനെയും ക്യാപ്റ്റൻ രാജുവിനെയും മമ്മൂട്ടിയെയും സീമ പിന്നെ അങ്ങനെ കുറേ നടന്മാരെ നടികളെയൊക്കെ കണ്ടു. അപ്പം ഇദ്ദേഹത്തിന്, ഈ ഡോക്ടർ മനോഹരന് ഐ വി ശശിയുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഐ വി ശശിയുടെ പടമായിരുന്നു തോന്നുന്നു, എനിക്കങ്ങനെ വ്യക്തമായിട്ട് ഓർക്കാൻ കഴിയുന്നില്ല. അപ്പം ഐ വി ശശി എനിക്ക് അതിനകത്തൊരു റോള്, ഒരു പാരൽ കോളേജിലെ ഒരു വിദ്യാർത്ഥിയായിട്ടൊരു റോളൊക്കെ ശരിയാക്കി തന്നു. പക്ഷേ ഞാൻ വീട്ടിൽ ചോദിച്ചപ്പോൾ വളരെ സ്ട്രിക്റ്റായിട്ട് അച്ഛൻ പറഞ്ഞു, പഠനം കഴിഞ്ഞുള്ള അഭിനയമൊക്കെ മതി, ആദ്യം നീ പഠിച്ച് ഡിഗ്രി എടുക്കാൻ നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്വപ്നം അവിടെ തന്നെ പൊലിഞ്ഞു. എങ്കിലും എൻ്റെ മനസ്സിൽ ആ മോഹം ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ മനോഹരൻ ഡോക്ടർ എന്നെ പലയിടത്തും തൃശ്ശൂർ കൊണ്ടുപോയി, നെടുമണി വേണുവിൻ്റെ ലൊക്കേഷനിൽ, അന്ന് ഡയറക്ടർ മോഹൻ്റെ ലൊക്കേഷനിലൊക്കെ പോയി. അപ്പോൾ എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കണം എന്നൊരു തോന്നൽ ഇങ്ങനെ വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ഹരിപ്പാടുകാരൻ ഡയറക്ടർ കെ മധു 20-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന പടം എടുക്കുന്നത്. കെ മധുചേട്ടൻ എൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് റിലേഷനും അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൃഷ്ണൻ നായർ അമ്മാവൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തുമായിരുന്നു. അങ്ങനെ അച്ഛൻ ചെന്നിട്ട് മധുചേട്ടൻ്റെ അച്ഛനോട് പറഞ്ഞ് എനിക്കൊരു റോൾ ഒപ്പിക്കുകയും 20-ാം നൂറ്റാണ്ടിൽ ഞാനങ്ങനെ ആദ്യമായിട്ട് മൂവി ക്യാമറയെ ഫേസ് ചെയ്യുകയും ചെയ്തു. അന്ന് സിനിമ എന്താണ്, ക്യാമറ എന്താണ്, ലൊക്കേഷൻ എന്താണ്, ഡയറക്ടർ എന്താണെന്ന് ഒന്നും അറിയാൻ വയ്യാത്തൊരു പൊട്ടനായിരുന്നു ഞാൻ. അവിടെ ചെന്നപ്പോൾ മോഹൻലാലുണ്ട്, സുരേഷ് ഗോപിയുണ്ട്, ജഗതി അമ്പിളിച്ചേട്ടനുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കൂടാണ് എൻ്റെ ഫസ്റ്റ് സീൻ എടുക്കുന്നത്. ഏതോ ഒരു ചിത്രത്തിനകത്ത് ഇന്നസെൻ്റ് കാണിച്ച പരിപാടികളെല്ലാം ഞാനന്ന് കാണിച്ചു. വെള്ളം കുടിക്കുക, ഡയലോഗ് തെറ്റിക്കുക, അന്ന് മധുചേട്ടൻ്റെ എന്ന് ചീത്തവിളിയൊക്കെ കേട്ടു. പക്ഷേ ആ പടം റിലീസായപ്പം എനിക്കൊരു നല്ല പേരും പ്രശസ്തിയും ആ പടത്തിൽ നിന്ന് കിട്ടി. കാരണം ജോണി എന്ന് പറയുന്ന ക്യാരക്ടർ എന്നെയാണ് അതിനകത്ത് അജിത്ത് കൊണ്ടുപോയി കാറ് കയറ്റി കൊല്ലുന്നത്. മോഹൻലാലിൻ്റെ ഗോൾഡും കൊണ്ട് പോകുമ്പോൾ ഇയാൾ പറയുന്നുണ്ട്, നമുക്കിത് അടിച്ചു മാറ്റിയിട്ട് നമുക്ക് ജാക്കിയെ ചതിക്കാമെന്ന് പറയുമ്പോൾ ഞാൻ പറയും അത് പറ്റത്തില്ല, എനിക്കങ്ങനെ ചതിവ് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ വെച്ച് പുള്ളി എന്നെ കൊല്ലുകയും അതിനുശേഷമാണ് ആ കൊലപാതക പരമ്പര ആ സിനിമയിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു നല്ലൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാനൊത്തു. അതിനുശേഷം മധുചേട്ടൻ്റെ 5 പടങ്ങളിൽ ഞാൻ അഭിനയിച്ചു. ഒരു തെലുങ്ക് ചിത്രം ഉൾപ്പെടെ, മഗാഡു എന്ന് പറയുന്ന ഒരു തെലുങ്ക് ചിത്രം ഉൾപ്പെടെ 5 പടങ്ങളിൽ ഞാൻ അഭിനയിച്ചു. അതിനകത്ത് എനിക്ക് ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് തോന്നിയ വേഷം ജാഗ്രത എന്ന് പറയുന്ന പടമാണ്. CBI ഡയറക്ടർ ഗ്രൂപ്പിൻ്റെ 2ാം ഭാഗമായ ജാഗ്രത. അതിനകത്ത് മമ്മൂട്ടി പോലീസ് CBI ഓഫീസറാണല്ലോ, ഒരു നടിയെ കെട്ടിത്തൂക്കി കൊലപാതകം ചെയ്യുന്ന ആ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഞാനും ബാബു നമ്പൂതിരിയായിരുന്നു എൻ്റെ സീനിയറായിട്ട് അഭിനയിച്ചത്. സീനിയറായിട്ടെന്ന് പറഞ്ഞാൽ അന്ന് അഡ്വക്കേറ്റ്സാണ് ഞങ്ങൾ. അപ്പം ഞാൻ പുള്ളിക്ക് വേണ്ടിയിട്ട് കൊലപാതകം നടത്തുകയും പോയി സാരി മേടിച്ചുകൊണ്ട് വരികയും അങ്ങനെ കെട്ടിത്തൂക്കി അവസാനം കൊല്ലുന്നു. അവസാനം പിന്നെ ഞാൻ തന്നെ കുറ്റം ഏറ്റെടുക്കുന്നു. പക്ഷേ മമ്മൂട്ടി എൻ്റെ യഥാർത്ഥ പ്രതിയായ സ്വന്തം അച്ഛനെ തന്നെ, എന്ന് വെച്ചാൽ ബാബു നമ്പൂതിരിയെ കണ്ടുപിടിക്കുകയും, നിങ്ങളൊക്കെ അറിയാവുന്ന ചിത്രമാണ്, നിങ്ങളൊക്കെ ഒരുപാട് തവണ കണ്ട ചിത്രമായിരിക്കും.
അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തു. അതിനുശേഷം എനിക്ക് ഒരുപാട് സിനിമകളിൽ ഒരുപാട് ക്യാരക്ടർ ചെയ്യാൻ അവസരങ്ങൾ ലഭിച്ചു. അതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ പ്രൈവറ്റ് പ്രാക്ടീസും അതിന് പാരലായിട്ട് ഞാൻ കൊണ്ടുപോയി. പല ചിത്രങ്ങളിലും അഭിനയിക്കാൻ വിളിച്ചിട്ട് എനിക്ക് പോകാനൊക്കാത്ത സാഹചര്യങ്ങൾ പോലും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പടങ്ങൾ എനിക്ക് TS സുരേഷ് ബാബുവിൻ്റെ പടങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷേ ബാബു ചേട്ടൻ്റെ കുറേ പടങ്ങളിൽ ഞാൻ കൂടിക്കാഴ്ച എന്ന് പറയുന്ന പടത്തിൽ ജയറാമിൻ്റെ സുഹൃത്തായിട്ട് ത്രൂ ഔട്ട് റോൾ ചെയ്തു. പിന്നെ ജയരാജിൻ്റെ പടങ്ങൾ, പാച്ചിക്കായുടെ പടങ്ങൾ, സിദ്ദിഖ് ലാലിൻ്റെ ആദ്യത്തെ പടം ഉണ്ടായിരുന്നല്ലോ, റാംജി റാവ് സ്പീക്കിംഗ്, ഇൻ ഹരിഹർ നഗർ, അങ്ങനെ കുറേ പടങ്ങൾ ഞാൻ ചെയ്തു. 40-45 പടങ്ങൾ ചെയ്തു. അവസാനം ചെയ്തത് മമ്മൂക്കയുടെ ഒപ്പം മാമാങ്കം എന്ന് പറയുന്ന പടമാണ്. എൻ്റെ ഒരു 3 പടങ്ങൾ ഇനി റിലീസ് ചെയ്യാനുണ്ട്. അതൊക്കെ റിലീസാവുന്ന സമയത്ത് കുറച്ചുകൂടെയൊക്കെ ഒരു നോട്ടബിൾ ആകും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഇതിനിടയ്ക്ക് ഈ പ്രാക്ടീസും സിനിമാ അഭിനയം കൂടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിട്ട് വന്നപ്പോൾ പതുക്കെ സീരിയലിലേക്കൊന്ന് കാല് മാറി. സീരിയലാകുമ്പം നമുക്ക് നേരത്തെ ഡേറ്റ് കിട്ടും. ഒരു 15 മുതൽ 20 വരെ ഉണ്ട്, അല്ലെ 15 മുതൽ 22 വരെ ദിവസം എന്ന് പറയാം. അപ്പോൾ എനിക്ക് എൻ്റെ ക്ലിനിക്കിൽ വേറെ ഒരു ഡോക്ടറെ ഇരുത്തിയിട്ട് പോവുകയോ അല്ലെങ്കിൽ എൻ്റെ അസിസ്റ്റൻ്റിൻ്റെ അടുത്ത് പറഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. സിനിമയ്ക്ക് അതല്ല. സിനിമയ്ക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഏത് ലൊക്കേഷനാണ് ഇവിടെ എന്തോന്നും അറിയാനൊക്കത്തില്ലല്ലോ. അങ്ങനെ ഞാൻ സീരിയലിലേക്ക് മാറി. കുറേ ക്യാരക്ടേഴ്സ് സീരിയലിൽ ആദ്യം മുതലേ ദൂരദർശൻ സീരിയൽ മുതൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റിൽ സൂര്യ, ഫ്ലവേഴ്സ്, മറ്റേ സി കേരളം, എല്ലാ ചാനലിലും നല്ല ത്രൂ ഔട്ട് ക്യാരക്ടറുകൾ ചെയ്തു. അവസാനം ഞാൻ ചെയ്ത ഏഷ്യാനെറ്റിൽ ചെയ്ത ഏറ്റവും വലിയ ക്യാരക്ടർ കാതോട് കാതോരം എന്ന് പറയുന്ന സീരിയലിനകത്ത് സെൻട്രൽ ക്യാരക്ടറായിരുന്നു, രാജേന്ദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അതെനിക്ക് ഒരുപാട് പേരുണ്ടാക്കി തന്നു. ഇപ്പോൾ ഞാൻ ഈ ഒരു മാസമായിട്ട് വർക്കുകളൊന്നും ചെയ്യുന്നില്ല. ഈ മാസം 15-ന് ശേഷം ഏഷ്യാനെറ്റിൻ്റെ പുതിയ സീരിയലിൽ ഞാൻ ജോയിൻ ചെയ്യുന്നു. പിന്നെ സൂര്യയുടെ വർക്ക് ജനുവരിയിലുണ്ട്. അങ്ങനെ പോകുന്നു. പിന്നെ എൻ്റെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ ഭാര്യ ഡോക്ടർ ദീപ്തി, അവൾ തിരുവനന്തപുരം ഹോമിയോ മെഡിക്കൽ കോളേജിലെ അനാട്ടമിയുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഞങ്ങൾക്ക് ഒരു മകൻ, അവന് ആർക്കിടെക്ചർ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹയർ സ്റ്റഡീസ് അർബൻ പ്ലാനിങ് എന്ന് പറയുന്ന ആ കോഴ്സും കഴിഞ്ഞു. എന്നിട്ട് അവന് വെളിയിൽ പോകാനിരുന്നതാണ്. തൽക്കാലം അവനിപ്പം ട്രിവാൻഡ്രത്തെ ഒരു ഓഫീസൊക്കെ തുടങ്ങി കഴിഞ്ഞ മാസം. അങ്ങനെ അവന് ഒരുപാട് വർക്കുകളുണ്ട്. കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്. അവനും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് പടങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു മാസമായിട്ട് ഫുൾ പേഷ്യൻസിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. വർക്കില്ലാത്തതുകൊണ്ട്. അടുത്ത മാസം മുതൽ ഇനി വർക്കിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷേ എനിക്കിവിടെ അസിസ്റ്റൻസ് ഡോക്ടേഴ്സ് ഉണ്ട്. അവരെ വെച്ച് ഞാൻ മാനേജ് ചെയ്യും. ഇതൊക്കെയാണ് എൻ്റെ ഇതുവരെയുള്ള കാര്യങ്ങൾ. പിന്നെ സിനിമാ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈയിടെ തന്നെ കഴിഞ്ഞ വർഷം തന്നെ ഒരു പടത്തിൽ, ഞാൻ ഡയറക്ടറുടെ പേര് പറയുന്നില്ല, പറഞ്ഞാൽ പിന്നെ അത് മോശമാകും, എന്നെ കാസ്റ്റ് ചെയ്തു. എൻ്റെ ഡ്രസ്സിൻ്റെ അളവെടുത്തു, ഡ്രസ്സ് തയ്പ്പിച്ചു. 3 ദിവസം മുമ്പ് അതിനകത്തെ ഹീറോ വിളിച്ചു പറഞ്ഞു, ആ ക്യാരക്ടർ ജയനെ കൊണ്ട് ചെയ്യിക്കണ്ട, എൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, അയാൾ ചെയ്യട്ടെ. ത്രൂ ഔട്ട് ക്യാരക്ടറായിരുന്നു. അപ്പം അദ്ദേഹത്തിനും ഹീറോയെ അതല്ല ഇദ്ദേഹത്തിനും കൊണ്ട് ചെയ്യിക്കണമെന്ന് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് ചെയ്യുക. അപ്പം നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ലല്ലോ. അപ്പം പിന്നെ പുള്ളി ആ ക്യാരക്ടർ അങ്ങനെ പോയി. അങ്ങനെ എനിക്ക് ഒരുപാട് കയ്യിൽ കിട്ടിയ ക്യാരക്ടേഴ്സ് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അത്ഭുതകരമായി എന്നെ വിളിച്ച് അഭിനയിപ്പിച്ച ആൾക്കാരുമുണ്ട്. ജയരാജ് സാറ് ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം എന്നെ വിളിച്ച്, എൻ്റെ ഏതോ ഒരു സീരിയൽ കണ്ടിട്ട് വിളിച്ച് എന്നെ അഭിനന്ദിക്കുകയും എനിക്കൊരു റോള് തരികയും ചെയ്തു. സത്യനന്ദിക്കാടിൻ്റെ പടത്തിൽ മോഹൻലാലിനൊപ്പം ത്രൂ ഔട്ട് നല്ലൊരു ക്യാരക്ടർ ഞാൻ ചെയ്തു. അങ്ങനെ കുറേ നല്ല മലയാള സിനിമയിലെ ഒരുമാതിരിപ്പെട്ട ഹരിഹരൻ സാറിൻ്റെ പടത്തിൽ അന്ന് തകഴി ശിവശങ്കര പിള്ള ജീവിച്ചിരിക്കുന്ന സമയത്താണ്. അദ്ദേഹവും എൻ്റെ അച്ഛനും തമ്മിലുള്ള ബന്ധം കാരണം അദ്ദേഹം എനിക്കൊരു ലെറ്റർ തന്നു, MT വാസുദേവൻ നായർക്ക്. ഈ വരുന്ന ആൾ എൻ്റെ അനന്തരവനാണ്, അവനെ ഒന്ന് കൺസിഡർ ചെയ്യണം. അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ MT സാറിനെ കാണാൻ കോഴിക്കോട് ചെന്നു. അവിടെ ചെന്ന് കൊട്ടാരം ലൈൻ അങ്ങനെ കണ്ടാണെന്ന് തോന്നുന്നു സ്ഥലം. അവിടെ ചെന്ന് അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹം ഒത്തിരി നേരം ഇങ്ങനെ മിണ്ടാതിരുന്നു. എൻ്റെ ഇടയ്ക്ക് 5-6 വീഡിയോ ഒക്കെ വലിച്ചു. ഞാനും മിണ്ടാതിരുന്നു.
കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ എന്നാൽ പൊയ്ക്കോട്ടെ. ശരി എന്ന് പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല എൻ്റെ അടുത്ത്. ഒരു ചായ കൊണ്ടു തന്നു, അത് കുടിച്ചു, തിരിച്ചു പോന്നു. മൂന്നാമത്തെ ദിവസം എന്നെ വിളിക്കുന്നു. പരിണയം എന്ന് പറഞ്ഞ പടത്തിൽ മനോജ് ഗേജിനോടൊപ്പം നല്ലൊരു ക്യാരക്ടർ ഞാൻ ചെയ്തു. ഹരിഹരൻ സാറിനോടൊപ്പം അങ്ങനെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു. അതൊരു വലിയ അനുഭവമാണ്, വലിയൊരു അനുഭവമാണ്. കാരണം അവരുടെ സ്ലാങ്ങിൽ നമ്മൾ ഡയലോഗെല്ലാം കാണാതെ പറയുകയും അതൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ടു. ആ പ്രയാസപ്പെട്ടതിൻ്റെ ഗുണം എനിക്ക് സ്ക്രീനിൽ കിട്ടുകയും ചെയ്തു. അങ്ങനെ ഇപ്പം 2-3 പടങ്ങളിൽ ഞാനിപ്പോൾ അടുത്ത വർഷം 2-3 പടങ്ങളൊക്കെ എനിക്ക് ആയിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് നസീർ ധർമ്മജൻ എന്ന് പറയുന്ന സുഹൃത്ത് സ്ക്രിപ്റ്റ് എഴുതി ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നൊരു പടം, അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നു. അതിനകത്ത് ഉഗ്രൻ ഒരു വില്ലൻ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അത് നല്ല ഒരു ഉഗ്രൻ സ്ക്രിപ്റ്റും നല്ല ഒരു വർക്കാണത്. വിചാരിക്കുന്ന പോലെ ആ പടം എടുത്താൽ ഒരു മലയാള സിനിമയിൽ ഒരു വലിയ സംഭവമായി തീരാൻ സാധ്യതയുള്ള ഒരു ചിത്രമാണത്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഡിസംബറിൽ തുടങ്ങുമെന്ന് പറഞ്ഞ് ചിലപ്പോൾ അത് ജനുവരി ഫെബ്രുവരി ഒക്കെ ആകും, സിനിമയല്ലേ. അപ്പോൾ അങ്ങനെ ഓഫറുകൾ എനിക്ക് വരുന്നുണ്ട്. ഞാനിടയ്ക്ക് ഹരിപ്പാടാണ് താമസമെങ്കിലും പകുതി സമയങ്ങളിൽ ട്രിവാൻഡ്രത്ത് പോവും. ഈ ഷൂട്ടിങ്ങൊക്കെ സീരിയലിൻ്റെ ഷൂട്ടിങ്ങെല്ലാം ട്രിവാൻഡ്രത്താണ് നടക്കുന്നത് കൂടുതലും. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നിട്ട് പോയി ഷൂട്ടിൽ പങ്കെടുക്കും, തിരിച്ചു വരും. ബാക്കി സമയങ്ങളിൽ ഹരിപ്പാട് എൻ്റെ കുടുംബത്ത് നിൽക്കും. കുടുംബത്താണെങ്കിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, 2 അനുജന്മാരുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്. ഞങ്ങളൊരു കൂട്ടുകുടുംബമാണ്. പഴയ 4 കെട്ടാണ് ഞങ്ങളുടെ വീട്. അപ്പം എല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഇപ്പോൾ അനിയൻ വേറെ വീട് തൊട്ടടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ ഞങ്ങൾ ആഹാരം കഴിക്കുന്നതും ഫുഡുകളെല്ലാം ഞങ്ങൾ ഒരുമിച്ചിരുന്നേ കഴിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ അച്ഛന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു അച്ഛൻ. ഇപ്പം പ്രായമായി, വയ്യ, വീട്ടിൽ തന്നെയാണ്, കൂടിയിരിക്കുകയാണ്. അമ്മ ഓക്കെ, കുഴപ്പമില്ല. അനിയൻ്റെ ഭാര്യമാരും എല്ലാവരും വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടുകുടുംബമാണ് ഞങ്ങളുടേത്. ഈ കലാരംഗത്ത് അഭിനയത്തിൽ മാത്രമല്ല ആർട്ടിസ്റ്റ് കൂടിയാണെന്ന് ഞങ്ങൾ അറിയുന്നു. തീർച്ചയായിട്ടും. ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ല, ആദ്യം ഞാൻ അമ്പലപ്പുഴയായിരുന്നു. എൻ്റെ ബാല്യകാലമൊന്നും ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവിടെ വെച്ച് ഈ അമ്പലപ്പുഴ അമ്പലത്തിൽ പോയും കൃഷ്ണൻ്റെ പടം, ഞാൻ അന്ന് മുതലേ ഇങ്ങനെ കൃഷ്ണൻ്റെ പടങ്ങൾ വരയ്ക്കുമായിരുന്നു. അപ്പം എൻ്റെ അച്ഛൻ നന്നായിട്ട് പടം വരയ്ക്കും, ഓയിൽ പെയിൻറ്റിങ് ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ അച്ഛൻ എനിക്ക് എൻ്റെ പ്രൈമറി എല്ലാം പറഞ്ഞു തന്ന്, അല്ലാതെ എനിക്കൊരു ഗുരു ഇതിനകത്തില്ലായിരുന്നു. ഒരു ഗുരുനാഥൻ എന്നെ ഇത് പെയിൻറ്റിങ് പഠിപ്പിച്ച ആൾ, അല്ല എന്നെ വരയ്ക്കാൻ പഠിപ്പിച്ച ആളെന്ന് പറയുന്ന ഒരാളില്ല. എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ട് അച്ഛൻ മാത്രമേ ഉള്ളൂ. ഇത് ദൈവം തന്നെ ഒരു കഴിവായിട്ട് ഞാൻ കരുതുക. എനിക്ക് ആരും ഈ മിക്സിങ്, പെയിൻറ്റ് മിക്സിങ് ഒന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ പിന്നെ പലരോടും ചോദിച്ച് മനസ്സിലാക്കി ഞാനങ്ങ് ചെയ്യുന്നതായിരുന്നു. അതെന്തോ ഭാഗ്യത്തിനൊക്കെ പറ്റുന്നുണ്ട്. ഒരുപാട് പടങ്ങൾ വരച്ചിട്ടുണ്ട്. എനിക്കിപ്പം താങ്കൾ കണ്ടല്ലോ, ഈ ഇരിക്കുന്ന പടങ്ങളെല്ലാം ഒന്നും എൻ്റെ കയ്യിലില്ല പടങ്ങൾ. കാരണം എല്ലാവരും ഇന്ന് ഓടിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ഡ്രോബാക്ക് ഇതിനകത്തുണ്ടായിരുന്നു. പിന്നെ ഞാൻ വരയ്ക്കുന്ന പടങ്ങളൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എടുത്ത് കൊടുക്കുകയും ചെയ്യും. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. ആ കഴിവ് എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ഗാനമേളകളിൽ വരെ പാടിയിട്ടുണ്ട് ഒരു കാലത്ത്, എൻ്റെ ചെറുപ്പത്തിൽ. പ്രൊഫഷണൽ ട്രൂപ്പ് വരെ പാടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം അത് ടച്ച് വിട്ടതിന് ശേഷം ഇപ്പം പാടിയാൽ നാട്ടുകാരിറങ്ങി ഓടും. ആ രീതിയിലായിരിക്കുകയാണ്. രക്ഷയില്ല. ഒന്നാമതിപ്പോൾ എനിക്ക് തൊണ്ട വയ്യ, ഞാൻ ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ നല്ലൊരു അത്ലറ്റായിരുന്നു. കോളേജ് പഠിക്കുന്ന കാലത്ത് 5 വർഷം ഞാൻ കോളേജ് ചാമ്പ്യനായിരുന്നു. ആർട്ട് ബെസ്റ്റ് ആർട്ടിസ്റ്റ് എന്നുള്ള ഇതും കിട്ടിയിട്ടുണ്ട്. ലോങ് റണ്ണൊക്കെ ഞാനിപ്പോഴും ഒരു 5 കിലോമീറ്റർ ഓടാൻ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ദൈവം സഹായിച്ച് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നാളെ ഉണ്ടാകാം, അതെന്തും ആയിക്കോട്ടെ, അതൊക്കെ ദൈവത്തിൻ്റെ ഇരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞാനൊരു പരമഭക്തനാണ്. ഇച്ചിരി ഭക്തി കൂടുതലാണോ എന്നും എനിക്ക് സംശയമുണ്ട്. ക്ഷേത്ര ദർശനമുണ്ട്. ഞങ്ങളുടെ കുടുംബം അതായിപ്പോയി, മനസ്സിലായി. എൻ്റെ അച്ഛൻ ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥനായതുകൊണ്ട് നമ്മളൊക്കെ എപ്പോഴും പറയും, നമ്മളൊക്കെ ദൈവത്തിൻ്റെ ചോറ് നിന്ന് വളർന്നവരാണെന്ന് പറയാറുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു സ്ഥിതി വിശേഷം അതാണ്. പിന്നെ ഭാര്യയുടെ വീട് പുനലൂരാണ്. വൈഫിൻ്റെ അച്ഛനും അറിയപ്പെടുന്ന ഒരു ഗാന്ധിയനായിരുന്നു, കുട്ടനാട് ശിവരാമൻ നായർ എന്ന് പറയും. അമ്മ ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. പിന്നെ അവർ നേരത്തെ തന്നെ ട്രിവാൻഡ്രത്തോട്ടെല്ലാം സെറ്റിൽ ചെയ്ത്, ട്രിവാൻഡ്രത്ത് ഞങ്ങളിപ്പോൾ ഒരു മണ്ണന്തലയാണ് ഞാൻ താമസിക്കുന്നത്. ഞങ്ങളൊരു സ്ഥലമൊക്കെ മേടിച്ചൊരു വീടുമൊക്കെ വെച്ച് അവിടെ സുഖമായിട്ട് കഴിയുന്നു. ഞാനിങ്ങനെ 15 ദിവസവും അവിടെയും 15 ദിവസവും ഹരിപ്പാടുമായിട്ട് ഈ പ്രാക്ടീസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നു.
ചിലപ്പോൾ ഞാൻ അടുത്ത വർഷം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്, പറയാനൊക്കത്തില്ല. അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഈ അഭിനയ രംഗത്ത് ഇനി ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വേഷങ്ങളുണ്ടോ? കിട്ടിയാൽ കൊള്ളാം. തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് വില്ലൻ വേഷങ്ങളിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ സെൻറ്റിമെൻറ്റ്സ്, ഞാൻ നന്നായിട്ട് സെൻറ്റിമെൻറ്റ്സ് ചെയ്യുമെന്ന് ഞങ്ങളുടെ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു. കാരണം എന്താണെന്നറിയാം, കാതോട് കാതോരെന്ന് പറയുന്ന സീരിയലിൽ എനിക്ക് സെൻറ്റിമെൻറ്റ്സും ചെയ്യാൻ നോക്കും. എനിക്ക് അതുപോലെ എൻ്റെ ഒരു റിലീസാകാനൊരു പടമുണ്ട്. പടത്തിൻ്റെ അതിപ്പോൾ 2-3 വർഷമായി ഷൂട്ട് കഴിഞ്ഞിട്ട്. അതിനകത്തൊരു മന്ദബുദ്ധിയായ, നമ്മളെ ഒരു നടന്ന സംഭവമാണ്. ഈ ഒരു ഐഡിയ സ്റ്റാർ സിംഗറിൽ ഒരു മന്ദബുദ്ധി പയ്യൻ പാട്ട് പാടാൻ വന്നില്ലേ, അവനെ വെച്ച് ബേസ് ചെയ്തുണ്ടാക്കിയൊരു കഥ. അവനെ അഭിനയിച്ചില്ല, അങ്ങനെയുള്ളൊരു കഥയാണ്. ഉറവ എന്നാണ് പടത്തിൻ്റെ പേര്. അതിനകത്ത് ഞാനൊരു വില്ലൻ ക്യാരക്ടർ എന്ന് തോന്നുന്നൊരു ചെണ്ടക്കാരൻ, ഈ തെയ്യം തിറ കണ്ണൂർ ബേസ്ഡ് ചിത്രമാണ്. തെയ്യത്തിന് ചെണ്ട കൊട്ടുന്ന ഒരു ശങ്കരേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. അതിൻ്റെ രൂപം തന്നെ മാറ്റി ഒരു മുട്ടയടിപ്പിച്ച് ഭയങ്കര ഇതായിട്ട് ചെയ്ത്, പക്ഷേ അതിനകത്ത് വളരെ സെൻറ്റിമെൻറ്റ്സ് ഉള്ള നല്ലൊരു ക്യാരക്ടറായിരുന്നു എൻ്റെ. അത് അവസാനം ക്ലൈമാക്സിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അതുവരെ വളരെ ക്രൂവലായിട്ട് നിൽക്കുന്നൊരു ക്യാരക്ടർ. ആ പടം റിലീസായാൽ എനിക്ക് ഈ സിനിമാ ഫീൽഡിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ നോക്കും എന്ന് എനിക്കൊരു ധാരണയുണ്ട്. ഈശ്വരൻ സഹായിക്കട്ടെ. ജീവിതത്തിൽ സന്തോഷകരമായിട്ടോ ദുഃഖകരമായിട്ടോ ഉള്ള വളരെ നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന വല്ല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? സിനിമാ രംഗത്തോ സീരിയൽ രംഗത്തോ? ഒരുപാട് സന്തോഷം തരുന്നതിനേക്കാൾ കൂടുതൽ ദുഃഖം തരുന്ന സംഭവങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. കയ്യിൽ, അത് തന്നെ അറിയാമല്ലോ സുരേഷിന്, കയ്യിൽ കിട്ടിയ ഒരു ക്യാരക്ടർ ഇല്ലാതാകുക എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ വിഷമം ഉണ്ടാകും. അതുപോലെ തന്നെ എനിക്ക് ദുഃഖങ്ങൾ, മൊത്തത്തിൽ ഞാനൊരു സന്തോഷവാനല്ല. ജീവിതം അങ്ങനെ എനിക്കൊരു വലിയ സന്തോഷവും തന്നിട്ടില്ല. നമ്മൾ പിന്നെ ഉള്ളത് വെച്ച് ഹാപ്പി ആയിട്ട് കഴിയുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈശ്വരൻ ഇതൊക്കെ തരുന്നല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കങ്ങനെ വലിയ അംബീഷൻസ് ഒന്നുമില്ല, മനസ്സിലായി. എനിക്ക് നാളെ ഒന്ന് ലംബോർഗിനി എടുത്ത് ഓടിച്ചുകൊണ്ട് നടക്കണം, അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. മര്യാദയ്ക്ക് ജീവിക്കണം, ഭാര്യയും മോനെ നോക്കണം, വീട്ടുകാരെ നോക്കണം, അങ്ങനൊരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ആകെപ്പാടെ ക്രൈസ് ഉള്ളത് തുണികൾ എടുക്കുന്നതിൽ മാത്രമാണ്. ഡ്രസ്സ് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്, സിനിമ എൻ്റെ ഒരു വീക്ക്നെസ്. സിനിമ അഭിനയിക്കുന്നില്ല, സിനിമ കാണുന്നത്, അത് രണ്ടേ ഉള്ളൂ. പിന്നെ സീരിയൽസ്, ഞാൻ അഭിനയിക്കുന്ന സീരിയൽസൊന്നും ഞാൻ കാണാറില്ല, കാണാൻ സമയം കിട്ടത്തില്ല. ആ സമയത്ത് ഞാൻ ക്ലിനിക്കിലായിരിക്കും, പ്രാക്ടീസ് ഉള്ള സമയമായിരിക്കും. പിന്നെ എനിക്ക് പേഷ്യൻസിനോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അത് എനിക്ക് ഒരുമാതിരി നല്ല പ്രാക്ടീസും ഉണ്ട് നാട്ടിൽ. അപ്പം അത് പ്രാക്ടീസ് കളഞ്ഞിട്ടുള്ളൊരു പരിപാടിക്ക് ഇപ്പോൾ സിനിമയാണെങ്കിൽ പോലും ഞാൻ നിൽക്കത്തില്ല. അതുപോലുള്ള സിറ്റുവേഷൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ്, എനിക്ക് അസിസ്റ്റൻസ് ഡോക്ടേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരുന്നത്. ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. ഇനി ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കുന്നതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എനിക്കിപ്പം ഈ 8-ാം തീയതി എനിക്കൊരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിലകൻ ഫൗണ്ടേഷൻ്റെ ഏറ്റവും നല്ല വില്ലൻ എന്ന് പറയുന്നൊരു ഒരു തൃശ്ശൂരാണ് തരുന്നത്. അത് മിനിസ്റ്റർ രാജൻ ഉണ്ടല്ലോ, മിനിസ്റ്ററിൻ്റെ ഗർഭിലൊരു സംഘടനയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഞാൻ 8-ാം തീയതി പോയി. ഭീമൻ രഘു അരണ്ടൊക്കെ ഒത്തിരി നടന്മാർക്കുണ്ട്, അതിന് പോകണം. പിന്നെ എനിക്ക് അങ്ങനെ നല്ലൊരു പേരെടുക്കണം എന്നുള്ളതല്ലോ, എനിക്ക് അവാർഡുകളിലൊന്നും അല്ലെന്ന് പറഞ്ഞിട്ട് നല്ലൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ വില്ലൻ ക്യാരക്ടറാണ് ചെയ്യുന്നതെങ്കിലും എനിക്ക് വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നതാണ് ഇഷ്ടം. ഒരു ഹീറോ ക്യാരക്ടറോ അല്ലെങ്കിൽ ഒരു സെൻറ്റിമെൻ്റൽ ക്യാരക്ടർ ചെയ്യുന്നതിനേക്കാൾ വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം, നമ്മൾ വില്ലൻ അല്ലെങ്കിൽ കൂടിയും. മൊമെന്റോസും ഷീൽഡുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ മുന്നേ കിട്ടിയത് എവിടെ നിന്നൊക്കെ എന്തെങ്കിലും അംഗീകാരങ്ങൾ കിട്ടിയത്? അംഗീകാരങ്ങളെല്ലാം ഒരുപാട്. എനിക്ക് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡുകളൊക്കെ സീരിയൽസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഈ മൊമെൻറ്റോകളൊക്കെ കിട്ടിയാണ്. പിന്നെ ഇതെല്ലാം സിനിമയുടെ, ഇപ്പം ഭാവന, കളിവീട്, പിന്നെ ഏഷ്യാനെറ്റിലെ കുറേ സീരിയൽസ് ഉണ്ട്. പിന്നെ സിനിമകളിൽ നിന്നും എനിക്ക് 100 ദിവസം 150 ദിവസങ്ങൾ ആഘോഷിച്ച സിനിമകളുടെയൊക്കെ അതൊക്കെ വീട്ടിലിരിക്കുകയാണ്, ഇവിടെ ഇല്ല. സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനത് വെച്ചിട്ടില്ല. അങ്ങനെ സിനിമാ ജീവിതം എനിക്കൊരു സന്തോഷപ്രദമായ കുറേ നിമിഷങ്ങളാണ് സമ്മാനിച്ചിരിക്കുന്നത്. പൊതുവേ ഞാനതിൽ ഹാപ്പിയാണ്. വേറെ പറയാനൊന്നുമില്ല. ഇനിയിപ്പോൾ നല്ലത് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ, സുരേഷിന് നല്ലത് വരട്ടെ, എൻ്റെ കൂടെ സഹകരിക്കുന്നവർക്ക് എല്ലാം നല്ലത് വരട്ടെ. അതേ ഉള്ളൂ. ആരെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ എനിക്ക് കൈ കിട്ടിയത് പോകുമ്പം
ഒരു ദണ്ണം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അത് ഞാൻ ആരുടെ അടുത്ത് കംപ്ലൈൻറ്റ് പറയാറില്ല. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ.